അപ്പോഴും നമ്മൾ എന്ന് പറഞ്ഞിട്ട് അത് വെച്ചോണ്ടിരിക്കും. അങ്ങനെ വെച്ചോണ്ടിരിക്കരുത്. നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ എന്താ ചെയ്യുക, വേഗം പോയിട്ട് കഴുകി കളയും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണതുണ്ടല്ലോ, എല്ലാവരുടെയും ഒരുവിധപ്പെട്ട എല്ലാവരുടെ വീട്ടിലും കണ്ടുവരുന്ന ഒരു മിറാക്കിൾ ചെടീനെ കുറിച്ചിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ കറ്റാർവാഴയാണ് കേട്ടോ. ഇതില്ലാത്ത വീട് ചുരുക്കാണ്ടാവുള്ളൂ. എല്ലാവരും നട്ടു വളർത്തുന്നുണ്ടാവും അല്ലേ കറ്റാർവാഴ എന്ന് പറയണത്. പലരും പറയണതുണ്ടല്ലോ, കറ്റാർവാഴ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖം വെളുക്കും, പിമ്പിൾസ് മാറും, മുഖം തിളങ്ങും എന്നൊക്കെയാണല്ലേ. അപ്പോൾ ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട്, ഇത് ഏതൊക്കെ സ്കിൻ ടൈപ്പുകാരാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, പിന്നെ ഇത് എങ്ങനെ സേഫ് ആയിട്ട് യൂസ് ചെയ്യും, അപ്പം ഇതൊക്കെയാണ് വിശദമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത് കേട്ടോ. എന്താണ് കറ്റാർവാഴ എന്ന് ആദ്യം തന്നെ അറിയാമല്ലേ. അപ്പം ഈ കറ്റാർവാഴേൻ്റെ ഉള്ളിൽ കണ്ട ഒരു ജെല്ലുണ്ട്. ഈ ജെല്ലാണ് നമ്മൾ യൂസ് ചെയ്യണത് കേട്ടോ. ഈ ജെല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ധാരാളം വെള്ളവും സ്കിൻ സൂത്തിങ് ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ കൂളാക്കാനും, പിന്നെ ഈ ഡ്രൈ സ്കിന്നുകാരുണ്ടല്ലോ, ഈ ഡ്രൈ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കാനും ഇത് നന്നായിട്ട് ഹെൽപ്ഫുള്ളാണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ കറ്റാർവാഴ എന്ന് പറയണത് ഒരു മാജിക് ചെടിയൊന്നല്ല. അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ പ്രശ്നങ്ങളും ഇതുകൊണ്ട് മാറുന്ന ആരും വിചാരിക്കണ്ട കേട്ടോ. അതിന് എന്താ പറയുക, തെളിവൊന്നും. അതുകൊണ്ട് തന്നെ എല്ലാതും യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. കെയർ കൊടുക്കേണ്ട പോലെ തന്നെ കറ്റാർവാഴ യൂസ് ചെയ്യുമ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് കറ്റാർവാഴ യൂസ് ചെയ്യണോണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് വൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ സ്കിൻ ഉണ്ടല്ലോ, ഡ്രൈ സ്കിന്നിന് നന്നായിട്ട് ഹൈഡ്രേഷൻ നൽകണം, ഈർപ്പം നൽകുക. അതാണ് ഫസ്റ്റ് വൺ കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, വെയിലേറ്റിട്ടുണ്ടല്ലോ ചിലവർക്ക് ഈ സൺ എക്സ്പോഷർ ഒക്കെ ഉണ്ടാവും അല്ലേ. അങ്ങനെ വെയിലേറ്റിട്ട് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഇറിറ്റേഷൻ തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ കറ്റാർവാഴ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് തണുപ്പൊക്കെ കിട്ടിയിട്ട് അതിനൊരു ആശ്വാസം ഉണ്ടാവാനായിട്ട് ഹെൽപ്പാക്കും കേട്ടോ. അടുത്തത് സ്കിൻ സൂതിങ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലെ ചിലവർക്ക് റെഡ്നെസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ. അങ്ങനെയുള്ളവർക്ക് ഈ കറ്റാർവാഴ ജെല്ല് യൂസ് ചെയ്യുമ്പോൾ നല്ലതായിട്ട് വരാറുണ്ട് കേട്ടോ. ഫോർത്ത് വൺ എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് ഫീലാണ്. അതായത് ഇത് ഭയങ്കര തിക്കായിട്ടുള്ളത് അങ്ങനെ ഒന്നുമല്ല, ഭയങ്കര തിന്നാണല്ലേ, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇടുമ്പം ഭയങ്കര ലൈറ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ഈ കറ്റാർവാഴ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ഈ കറ്റാർവാഴയുടെ റിസൾട്ട് എന്ന് പറയണത് വ്യത്യാസമായിരിക്കും കേട്ടോ. അടുത്തത് എങ്ങനെയാണ് കറ്റാർവാഴ യൂസ് ചെയ്യാമെന്നാണ് അല്ലേ. അപ്പം ഇവിടെ ഞാൻ കറ്റാർവാഴ, അതായത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറ്റാർവാഴയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ, ഇത് കുറച്ച് നേരം പൊട്ടിച്ചിട്ട്, അതായത് നമ്മൾ മുറിച്ചെടുക്കല്ലേ ചെയ്യുക. അങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം കുറച്ച് നേരം അത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇതിൽ ഒരു യെല്ലോയിഷ് ഒരു സംഭവം വരുന്നത് കണ്ടോ. ഈ സാധനം നമ്മുടെ മുഖത്തായിട്ടുണ്ടെങ്കിൽ ചൊറിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ സാധനം പുറത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം അതിനെ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇതിൻ്റെ ജെല്ല് എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യണത് മുഖം നന്നായിട്ട് കഴുകുക. നന്നായിട്ട് കഴുകി വന്നതിന് ശേഷമാണ് കറ്റാർവാഴ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ യെല്ലോ നമുക്ക് മാറ്റിക്കളയാം അല്ലേ. അതിന് ശേഷം ഈ കറ്റാർവാഴ ഉണ്ടല്ലോ, ഇതിനെ മെല്ലെ മെല്ലെ ഇങ്ങനെ വടിച്ചെടുക്കില്ലേ, എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ജെല്ല് നമുക്ക് കിട്ടുന്നുണ്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ട് അതുമെന്ന് ഇങ്ങനെ വരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ദേ ഇത്രയും കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇതാണ് ജെല്ല്. ഈ ജെല്ല് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ട് ഇതുണ്ടല്ലോ, ഇത് ഒരു ലെയറായിട്ട് സ്കിന്നിൽ തേച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെ ഭയങ്കര ജെല്ലി കൺസിസ്റ്റൻസി ആണ് കേട്ടോ അതിന്. ഇത് പിന്നെ കെമിക്കലൊന്നും അല്ലാത്ത കാരണം നമുക്ക് കണ്ണിൻ്റെ മണ്ടയിലും തേച്ച് കൊടുക്കണോണ്ട് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഞാൻ അവിടെയും കൂടി തേച്ച് കൊടുക്കണ്ടേ. ഇപ്പം ഞാൻ കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, ഞാൻ 1 ലെയർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്കിന്നിൽ. കണ്ടില്ലേ, കണ്ടോ. ഇതൊരു 10 to 15 മിനിറ്റ് സ്കിന്നിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകിക്കളയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ കുറേ സ്കിൻ കെയറിന് പറ്റിയ അലോവേര ജെല്ല് ലഭിക്കും. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അത് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യുമ്പോൾ പിന്നെ അത് കഴുകിക്കളയേണ്ട ആവശ്യമില്ല കേട്ടോ, നേരെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്ത് വിടാം.
പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നും യൂസ് ചെയ്യണമെന്നില്ല. ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്കിന്നിന് പറ്റുണ്ടോ നോക്കുക. എന്നിട്ട് മാത്രം ഒരു കുഴപ്പമില്ലെങ്കിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. അല്ലാണ്ട് ഡെയിലി ഒരു സാധനം നമ്മൾ പുതുതായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഡെയിലി തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം അതൊന്ന് അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒഴിവാക്കേണ്ട കുറച്ച് തെറ്റുകളാണ് കേട്ടോ. ഫസ്റ്റ് വണ്ണാണ് പാച്ച് ടെസ്റ്റ് ചെയ്യാണ്ട് യൂസ് ചെയ്യണത്. ഇത് ഓൾറെഡി ഞാൻ അലോവേര യൂസ് ചെയ്യുന്ന ആളാണ്. എനിക്ക് അലോവേര യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തത്. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കഴുത്തിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ കയ്യിലോ എവിടെയെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യാം. മുഖത്ത് കറ്റാർവാഴ നല്ല എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ടൈം പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം. അതായത് കുറച്ചെടുക്കുക, ഒന്ന് പരട്ടി നോക്കുക, ഒരു 10-15 മിനിറ്റ് പിടിക്കുക. നമുക്ക് ഇറിറ്റേഷൻ ഒന്നും ഇല്ലെങ്കിൽ അത് ഫേസിൽ അപ്ലൈ ചെയ്യുക. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെടിയിൽ നിന്ന് ഈ കറ്റാർവാഴ മുറിച്ചെടുത്തിട്ട് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വന്ന് യൂസ് ചെയ്യുക. അതും കഴുകി വൃത്തിയാക്കാണ്ട് യൂസ് ചെയ്യണതും നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അത് രണ്ടാമത്തെ തെറ്റാണ്. ഇപ്പം ഞാൻ തേച്ചിട്ട് എനിക്ക് വല്ല ചൊറിച്ചിൽ വന്നുവെന്നോ അല്ലെങ്കിൽ വല്ല റെഡ്നെസ് വന്നുവെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കുക, അപ്പോഴും നമ്മൾ എന്ന് പറഞ്ഞിട്ട് അത് വെച്ചോണ്ടിരിക്കും. അങ്ങനെ വെച്ചോണ്ടിരിക്കരുത്. നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ എന്താ ചെയ്യുക, വേഗം പോയിട്ട് കഴുകി കളയുക കേട്ടോ. അല്ലാണ്ട് അത് അങ്ങനെയൊക്കെ ചൊറിച്ചിലൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ ഞാൻ വെളുക്കും ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇരിക്കരുത് കേട്ടോ. അപ്പോൾ അതൊന്ന് ലാസ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കറ്റാർവാഴ മാത്രം യൂസ് ചെയ്താൽ എല്ലാ മിസ്റ്റേക്കും മാറും എന്നുള്ളൊരു തെറ്റിദ്ധാരണ അങ്ങനെയൊന്നും വിചാരിച്ച് വെക്കരുത് കേട്ടോ. എല്ലാതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഓരോ സ്കിൻ ടൈപ്പിനും ഓരോ റിസൾട്ടും വ്യത്യാസമായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഇനി ആരൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു തരാം. ഭയങ്കരമായിട്ട് ആക്നെ ഉള്ളവരുണ്ടല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ അലർജീസോ അല്ലെങ്കിൽ സ്കിൻ റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസോ അസുഖങ്ങളോ ഉള്ളവരാണെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രം പുതിയൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു സ്കിൻ കെയർ പരീക്ഷിക്കുക കേട്ടോ. അല്ലാത്ത പക്ഷം നിങ്ങൾ മിണ്ടാതിരിക്കുക. നിങ്ങൾ എന്താണോ റൂട്ടീനായിട്ട് ചെയ്യുന്നത് അതന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാണ്ട് വലിച്ചു വാരി അവരും ഇവരും പറയണതും അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങണതും അങ്ങനെ എല്ലാതും പരീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റാണ് സ്യൂട്ടാവുന്നതെന്ന് ഇരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിർത്തുക. അതിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ സ്കിൻ കെയറും പിന്നെ എന്താ പറയുക പ്രൊഡക്ട്സുകളും മാറ്റി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ കറ്റാർവാഴ എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലവർക്ക് നല്ല ഹൈഡ്രേഷനും നല്ല സൂതിങ് എഫക്റ്റും സ്കിന്നിന് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇതെല്ലാവർക്കും ഒരേപോലെ പ്രവർത്തിക്കണം എന്നില്ല. അപ്പം അതും കൂടി നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും വിശ്വാസത്തിൽ ചെയ്യാമെന്ന് പറയില്ലേ, അതുപോലെ എന്താ പറയുക നല്ല പ്രതീക്ഷയോടെ തന്നെ എന്ത് കാര്യമാണെങ്കിലും പരീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് കറ്റാർവാഴനെ കുറിച്ചുള്ള വീഡിയോ എന്ന് പറയണത്. ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഷെയർ ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എന്നാലേ ഞാൻ കൂടുതൽ വീഡിയോസ് ഇനി അങ്ങോട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 15 മിനിറ്റ് ആവാറായി. ഞാൻ ഫേസ് പോയി കഴുകട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നത് നമ്മുടെ നാച്ചുറൽ നമ്മുടെ ഹണി ഉണ്ടല്ലോ, അതായത് ശുദ്ധമായ തേൻ, ഈ തേനിനെ കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് കാണാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ.